നിന്നെ കൊണ്ട് പൊന്നിച്ചാ നമുക്കിനെ പൊട്ടിക്കാം നമ്മളെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ഗൈസ്. ഞാനിപ്പോൾ ഉള്ളത് എയർപോർട്ടിലാണ്, കൊച്ചി എയർപോർട്ടിലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബ്രദറിനെ വിളിക്കാൻ വരാനുണ്ടെന്ന്. സോ തീരെ ഉറങ്ങിയിട്ടില്ല, കണ്ണൊക്കെ നോക്കി ആകെ ചുവന്ന്, രണ്ട് കണ്ണും ചുവന്ന് അങ്ങ് എത്തി. നമ്മൾ മറ്റേ ഈ സാധനം വാങ്ങിയിട്ട്, ഗോപ്രോ വാങ്ങിച്ചിട്ട് ലുലുമാളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മണി സംതിങ് ആയി. പിന്നെ ഓൻ്റെ ഫ്ലൈറ്റ് വരുന്നത് 3 മണിക്ക്. അപ്പോൾ സോ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 മണിക്ക് ഫ്ലൈറ്റ് വന്നതിന് ശേഷം 8 മണിക്കല്ല, ഒരു 5 മണിക്ക് എന്തോ റിട്ടേൺ ട്രെയിൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓനോട് വെയിറ്റ് ആയിക്കൊണ്ടുള്ള ഗൈസ്. കൊച്ചി എയർപോർട്ട് ടെർമിനൽ 3ലാണ് ഓൻ്റെ അറൈവല്. അങ്ങനെ ഞാൻ ടെർമിനൽ 3ൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളമായി. ഇടാകെ പോസ്റ്റ് അടിക്കുന്നു. ഓനിപ്പത്തൊരു 1 hour ലാൻഡ് ആവും. അടുത്തോളം ഞാനിങ്ങനെ അതിലും തിരിഞ്ഞുകൊണ്ടിലുണ്ടാവും ഗൈസ്. എന്തായാലും ഞാൻ ഗോപ്രോൻ്റെ വീഡിയോ നാളെ വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ എന്തായാലും ഇടും. പിന്നെ അത് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം, അതായത് അതിലെങ്ങനെ വീഡിയോ എടുക്കണമെന്ന് എനിക്കറിയില്ല. അതിന് നോക്കിയിട്ട് പഠിച്ചിട്ട് വേണം ചെയ്യാൻ ഗൈസ്. ഇത് ആൾക്കാരായിട്ട് അധികം ഉള്ളത് ഇവിടെ വണ്ടിയാണ്. എത്ര വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഈ തല തൊട്ട് ആ തല വരെ പാർക്കിങ്. അത്രത്തോളം വണ്ടിയുണ്ട് ഇവിടെ. ഞാൻ ആദ്യമായിട്ടാണ് കൊച്ചി എയർപോർട്ടിലേക്ക് വരുന്നുള്ളത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, ഐ ഡോണ്ട് നോ. ടെർമിനൽ 3 അവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അവിടെ നിന്ന് ഇതുവരെ ഞാൻ ഇരുന്നോണ്ടായി. ഇനിയും പോയി കുറച്ചേരം ഇരിക്കണം, ആനിമി കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ ഇരുന്ന് ഏകദേശം ഒരു 4-5 ആനിമയിൽ ഇപ്പം ഏകദേശം കംപ്ലീറ്റ് ആയി. എന്ന് വെച്ചാൽ അതിൻ്റെ എപ്പിസോഡ് ആനിമി ഫുൾ കംപ്ലീറ്റ് എന്നല്ല. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആയി. അവന് വരുന്നത് വരെ ഇനി ഇവിടെ വെയിറ്റ് ചെയ്യണം ഗൈസ്. അവന് പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് പോവാം. പിന്നെ ഉള്ളത് വെച്ചാൽ ട്രെയിനിൽ പോകണം. മടുത്തു. നോക്കാം, വരട്ടെ ആദ്യം. കാത്തിട്ട് ഓന് ലാസ്റ്റ് എത്തി. ഇനി എങ്ങാനൊരു 5 മിനിറ്റ് ആയിട്ടോ ലേറ്റ് ആയി നിങ്ങളുണ്ടല്ലോ, ഞാൻ ഉറങ്ങിട്ടെ. എൻ്റെ കണ്ണ് കാണുമ്പോൾ ഞങ്ങൾക്കറിയാം ഇങ്ങനെ ആയി. രാത്രി ഉറങ്ങിയിട്ടേ ഇല്ലതാ. ചിലപ്പോൾ പോലായി രാത്രി 2 മണിക്കൊന്നും ഞാൻ നോക്കില്ല. ഉറങ്ങിയിട്ട് ഒരു കോള കണ്ണടിച്ചിട്ടാണ്. എല്ലാം കുവൈത്തിൽ നിന്ന് വന്ന ഫ്ലൈറ്റിലുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ ഓനവും കൂട്ടി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇയാളെ ഇയാളെന്തോ ഫ്ലൈറ്റ് കൊണ്ടുവന്ന് അങ്ങനെ വീട്ടിലേക്ക് എത്തി. പിന്നെ ട്രെയിനിൻ്റെ റെക്കോർഡൊന്നും ചെയ്തില്ല. പിന്നെ വീട്ടിലേക്ക് എത്തി മെയിൻ പരിപാടി ഓൻ കയറുന്നതും ഒന്നുമല്ല, നമുക്ക് നമ്മളുടേതായ ഒരു സാധനം ഉണ്ടല്ലോ, അതായത് ഈ സാധനം നമുക്കിങ്ങനെ പൊക്കിക്കൊണ്ടെടുത്ത് ഉള്ളിൽ വെക്കുക, പൊട്ടിക്കുക. അതാണ് മെയിൻ പരിപാടി. അങ്ങനെ അത് വീട്ടിലേക്ക് കൊണ്ടുപോയി വെച്ച് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ പരിക്കെത്തി. ഇനിയിപ്പോൾ അടുത്ത പണി എന്താ വെച്ചാൽ നമ്മളെ ചൂടുന്ന പെട്ടി ഉണ്ടല്ലോ, നമുക്കത് പൊട്ടിക്കോണം. പൊട്ടിക്കാതൊരു മനസ്സ് വരുന്നില്ല. അജിലബേ ഇങ്ങ് വാങ്ങിക്കുവാ. പൊട്ടിക്കണ്ടേ? ഈ വ്യക്തിയുടെ പെട്ടിയാണ് ഈ പെട്ടി. ഈ പെട്ടിനെ പൊട്ടിക്കണ്ടേ? കത്തി കൊണ്ട് നമുക്ക് പൊട്ടിക്കണ്ടേ? ഇപ്പൊ ലേറ്റ് ആകുന്നതിന് ബൈസെപ്സ് ഉണ്ടേല് 2 ജിമ്മിന് പോയി കാട്ടിക്കുന്നത്. നിന്നെ കൊണ്ട് പൊന്നിച്ചാ മതി. നമുക്കിനെ പൊട്ടിക്കാം. നമ്മളെ പൊട്ടിക്കേ. എൻ്റെ കാല് പോകാൻ ഞാൻ പിടിക്കുന്ന പോലെ അല്ല നീ പിടിച്ചെങ്കിൽ. പൊട്ടിക്കാൻ ചോദിച്ചാ പിടി. നീനെ പിടി. പിടി. ഉള്ളു കടിക്കുന്നല്ലോ, പൊട്ടിക്കണം. അടുത്ത് പറഞ്ഞു പൊട്ടിക്കാൻ ചെറുതിന് ചെയ്യണം. പൊട്ടിക്ക പേര് പറയൂ. അങ്ങനെ
അങ്ങനെ പെട്ടി പൊട്ടിക്കലിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. അതായത് മൊത്തത്തിൽ പെട്ടിയൊക്കെ പൊട്ടിച്ച് ആദ്യം തന്നെ ചോക്ലേറ്റ്, നമുക്ക് പിന്നെ അതൊക്കെ കഴിക്കാത്ത കൊണ്ട് അത് അവിടെ തന്നെ സൈഡ് തന്നെ വെച്ച് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പൊരല് ഉണ്ടാണ്ടിരിക്കാം. ഇന്നലെ രാത്രി ഉറങ്ങിയില്ല, അതുപോലെ തന്നെ ട്രെയിനിലും ഉറങ്ങാൻ പറ്റിയില്ല. ട്രെയിനിൽ സീറ്റൊക്കെ നല്ല ഉണ്ടായിരുന്നു, ബട്ട് ഉറങ്ങാൻ പറ്റിയില്ല. എനിക്ക് ട്രെയിനിൽ അങ്ങനെ പെട്ടെന്ന് ഉറക്കായിരുന്നില്ല. അപ്പോൾ ഇന്ന് കുറച്ച് പെട്ടെന്ന് ഉറങ്ങണം. ഇപ്പോൾ സമയം ഏകദേശം 11:10 അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഉറങ്ങണം ഗൈസ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് ഗൈസ്, വൺ തിങ്, make sure you guys are following and subscribing my channel, okay? Bye bye.